ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ഈ നാളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക്, ഒരു ക്രിസ്തു അനുയായിക്ക് വിഗ്രഹാർപ്പിത ഭക്ഷണവും ഹലാൽ ഫുഡും ഒക്കെ കഴിക്കാമോ എന്ന്. അങ്ങനെ ഭക്ഷിച്ചാൽ അവൻ്റെ വിശ്വാസ ജീവിതത്തെ അത് എപ്രകാരം സ്വാധീനിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷിച്ചാൽ അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ? സൂക്ഷ്മതയോടെ കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുന്ന ഒരു വിശ്വാസിയുടെ നിലപാട് ഈ ഒരു മേഖലയിൽ എപ്രകാരമായിരിക്കണം, അതിൽ അവൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വിഷയമാണ് സഭയുടെ സത്യവിശ്വാസം എന്ന ഈ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ജോജി, എന്നോടൊപ്പമുള്ളത് അരുൺ. അരുൺ, നമ്മൾ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഈ ഭക്ഷണവുമായിട്ടുള്ള അതിന് ഉള്ള പ്രാധാന്യം, അല്ലെങ്കിൽ അതിനുള്ള ബന്ധം, അല്ലെങ്കിൽ ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം അല്ലെങ്കിൽ ഹലാൽ ഫുഡ് ഇവയൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് എപ്രകാരമാണ് സ്വാധീനിക്കുന്നത്? നമുക്ക് അത്ര നിസ്സാരമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം കാണുന്നുണ്ട്. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരു ആപ്പിൾ ഭക്ഷിച്ചതാണ് ശരിക്ക് ആദവും ഹവ്വായും വീണുപോകാൻ കാരണമായത്. അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ടായത്, കാരണം അത് ഭക്ഷിക്കരുതെന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു ഭക്ഷണം അവരെ കൃപാവരത്തിൽ നിന്ന് വീഴ്ച കളഞ്ഞു. വീണ്ടും നമ്മൾ എടുത്തു നോക്കുമ്പോൾ യേസാവ് ഒരു പായസത്തോട് കാണിച്ച താല്പര്യം, അല്ലെങ്കിൽ ആ പായസ ഭക്ഷണം, അത് അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടാകുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു വലിയ സെലക്ഷൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അല്ലെങ്കിൽ ദൈവം അവന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വലിയ സ്ഥാനം നഷ്ടപ്പെടുത്തി. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യം പോലും നമുക്ക് ദൈവവുമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ ഒരു കാര്യവും നമുക്ക് ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഭക്ഷണത്തിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനെല്ലാം അവിടെ വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു നാളുകളിലാണ് ശരിക്ക് ഈ ഒരു വിഗ്രഹാർപ്പിത ഭക്ഷണം അല്ലെങ്കിൽ ഹലാൽ ഫുഡ് ഇവയെ ബന്ധപ്പെടുത്തിയുള്ള ആ ഒരു വിശ്വാസസംബന്ധമായ കാര്യങ്ങളിൽ വലിയ വലിയ പ്രാധാന്യവും ചർച്ചയും കുറച്ച് വിവാദവും ഒക്കെ ഉണ്ടാകുന്നത്. ശരിക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് വിഗ്രഹാർപ്പിത ഭക്ഷണവുമായി അവൻ്റെ ആ ഒരു നിലപാട് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഹലാൽ ഫുഡുമായിട്ടുള്ള അവൻ്റെ നിലപാട് എങ്ങനെയായിരിക്കണം, ഇത് നമ്മൾ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതെല്ലാം വരുന്നത് ശരിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം താൻ തിരഞ്ഞെടുത്ത ജനത്തിന് ദൈവം കൽപ്പന കൊടുക്കുകയാണ്, ദൈവം പ്രമാണങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം ഒന്നാം പ്രമാണമാണ് ശരിക്കും. അവിടെ ദൈവം പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അല്ലെങ്കിൽ ദൈവ ആരാധനയുമായി ബന്ധപ്പെടുത്തിയ കാര്യത്തിൽ ദൈവത്തിന് വളരെ ഒരു അസഹിഷ്ണുതയുണ്ട്. ദൈവം യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. എപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ഈ ഒരു ഒന്നാം പ്രമാണത്തിൻ്റെ മേഖലയിൽ വീണു പോകുന്നു, അവിടെ എല്ലാം അവർക്ക് വലിയ പരാജയം ഉണ്ടാകുന്നതായിട്ടും ശത്രുകരങ്ങളിൽ അവർ ഏൽപ്പിക്കപ്പെടുന്നതായിട്ടും നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ പ്രവാചക പുസ്തകങ്ങളിലൊക്കെ ഈ ഒന്നാം പ്രമാണ ലംഘനത്തെ വ്യഭിചാരവുമായിട്ട് കമ്പയർ, കാരണം ഒരു ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനെ തേടിപ്പോകുന്ന അവസ്ഥ, ആ രീതി ദൈവം പറയുന്നതാണ്, സത്യദൈവമായി എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുമ്പോഴെല്ലാം നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു പാപാവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ദൈവം അത്രമാത്രം ഒരു നിന്ദ്യമായിട്ട് അല്ലെങ്കിൽ മ്ലേച്ഛമായിട്ട് കാണുന്ന ഒരു വലിയ പാപാവസ്ഥ. അതവരുടെ മറ്റൊന്നുമല്ല, കാരണം അതവരുടെ ആത്മശക്തിയെ നഷ്ടപ്പെടുത്തി കളയും. ദൈവമായിട്ടുള്ള ആ ഒരു സജീവമായ ബന്ധം അത് തടയപ്പെടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അതിന് വിഘാതം വരുമ്പോഴൊക്കെ അവരുടെ ആത്മശക്തി നഷ്ടപ്പെടുത്തി കളയും. നിസ്സാരമായിട്ട് അവരെ തിന്മയുടെ ശക്തികൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ നിന്ന് സകല രീതിയിലുള്ള അനുഗ്രഹവും ഐശ്വര്യവും എല്ലാം നഷ്ടമാകും. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് ശരിക്കും ഈ ഒരു വിഗ്രഹാർപ്പിത ഭക്ഷണം വരുന്നത്. കാരണം വിഗ്രഹാർപ്പിതം എന്ന് പറയുമ്പോൾ ദൈവത്തിനല്ലാതെ, സത്യദൈവത്തിനല്ലാതെ മറ്റേതൊരു ആരാധനാ മൂർത്തിക്കും സമർപ്പിക്കപ്പെടുന്ന ഭക്ഷണം, അത് നമുക്ക് കിട്ടുന്ന മറ്റേത് ഭക്ഷണമാകാം, അല്ലെങ്കിൽ ഹലാൽ ഫുഡാകാം, എന്തുമാകാം. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധപ്പെടുത്തി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ തകർച്ചകൾ, പരാജയങ്ങൾ നമുക്കതിന് അത്ര ഒരു നിസ്സാരമായിട്ട് ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല. ഞാൻ പറയാൻ കാരണം ഇതാണ്, അപ്രകാരമുള്ള ആ ഒരു അവിടെ നിസ്സാരമായിട്ട് നമ്മൾ എടുക്കുന്നത്, പലപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങളായിട്ട് കാണുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വലിയ ആത്മീയ തകർച്ചയ്ക്ക് കാരണമാണ്. ശരിക്കും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മെല്ലെ തിന്മയുടെ ശക്തികൾ കയറിപ്പറ്റുന്ന ഇടങ്ങളായി മാറും. അല്ലെങ്കിൽ അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നൂഴ്ന്നു കിടക്കാനുള്ള ഓരോരോ വഴികളായിട്ട് ഈ ഇത്തരത്തിലുള്ള ഭക്ഷണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള പ്രമാണ ലംഘനങ്ങളും എല്ലാം മാറും. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? അവിടെ 26-ാം അധ്യായത്തിൽ കാണുകയാണ്, അവിടെ ബാലാം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ നോക്കിയിട്ട് ഒരിക്കലും യാതൊരു പഴുതും കാണാതെ ഇരിക്കുന്ന പ്രവാചകൻ അവരുടെ ആ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കി അവരെ നശിപ്പിക്കാനുള്ള ഒരു ഐഡിയ ബാലാക്കിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇപ്രകാരമാണ് പറഞ്ഞു കൊടുത്തത്: അവരെ അന്യദേവ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുക, ആ രീതിയിൽ അവരെ പ്രലോഭിപ്പിക്കുക,
അങ്ങനെ അവരെ അന്യദേവന്മാരെ ആരാധിക്കാനും അവയുടെ ആരാധനാലയങ്ങളിൽ അർപ്പിക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുവാനും അതിലൂടെ പാപത്തിൽ വീഴിക്കാനും അതിലൂടെ വലിയൊരു തകർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ആ 26 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുകയാണ്, അവരങ്ങനെ അന്യ ദേവന്മാരെ ആരാധിച്ചു, അവരുടെ ആലയങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു, വീണ്ടും അവർ അന്യ സ്ത്രീകളുമായി അല്ലെങ്കിൽ മൊബാബിയ സ്ത്രീകളുമായിട്ട് അവർ ബന്ധം പുലർത്തി. അങ്ങനെ അവരുടെ ആത്മീയ ദൈവകൃപ നഷ്ടമായി. അങ്ങനെ അവർ വീണു പോവുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ ആ ഒരു അജേയമായ ശക്തിയിൽ അവർക്ക് വലിയ വിള്ളലും പരാജയം ഉണ്ടാവുകയാണ്. ഇത് തന്നെയാണ് പുതിയ നിയമ വിശ്വാസത്തിലും സംഭവിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ അവിടെ കൊടുക്കുന്നൊരു പ്രധാനപ്പെട്ട കൽപ്പന ഇതാണ്. അവിടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ഈ യഹൂദ ക്രിസ്ത്യാനികളും വിജാതി ക്രിസ്ത്യാനികളും തമ്മിലുള്ള അവരുടെ ആ ജീവിതചര്യയെ സംബന്ധിച്ചുള്ള ഒരു തർക്കമുണ്ടാകുമ്പോൾ വിജാതീയ ക്രൈസ്തവർ അല്ലെങ്കിൽ വിജാതീയരിൽ നിന്ന് യേശുവിലേക്ക് കടന്നു വന്ന ഈ യേശു വിശ്വാസം സ്വീകരിച്ച് വന്നവർ സ്വീകരിക്കേണ്ട ചില ജീവിതക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതിൽ നിന്ന് മാറി നിൽക്കുക എന്ന്. അത് നമുക്കെല്ലാവർക്കും ബാധകമാണ് ശരിക്കും. അപ്പോൾ ആ ഒരു മേഖലയിൽ നമ്മൾ വരുത്തുന്ന വീഴ്ചകൾ അത് നമ്മുടെ ആത്മജീവിതത്തെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും, അല്ലേ അരുൺ? ജോജി, നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന വിഷയം സഭയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അതിൻ്റെ വ്യക്തത നൽകിയിട്ടുള്ള മേഖലയാണ്. പക്ഷേ ആ വ്യക്തതയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ചില ധ്യാനഗുരുക്കന്മാർ പറയുന്ന ഒരു ടീച്ചിങ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഒന്നായിരിക്കും. മറ്റു ചില വൈദികരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന അവരുടേതായ ആശയങ്ങൾ, ഈ 2 ആശയങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ ഒട്ടും ചേരുന്നില്ല. ചിലർ കട്ടായമായിട്ട് പറയുകയാണ് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കരുത്. മറ്റു ചിലർ പറയുകയാണ് അത് മനസാക്ഷിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിൻ്റെ മനസാക്ഷിയാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. നിനക്ക് വിഗ്രഹാർപ്പിത ഭക്ഷണമെന്നല്ല, ലോകത്തിൽ ലഭിക്കുന്ന, ഭൂമിയിൽ ലഭിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന എന്തും നിനക്ക് ഭക്ഷിക്കാം എന്നുള്ളൊരു പഠനമാണ് അവർ നൽകുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ജനത്തിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചിലർ പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. അത് പരിശുദ്ധ വചനത്തെ തന്നെ കോട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ സുവിശേഷത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ്, പുറത്തേക്ക് വരുന്നതാണ്. അതായത് നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് നിന്നെ അശുദ്ധനാക്കുന്നത്, മറ്റൊന്നും നിന്നെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല. ഈ വചനം വെച്ചിട്ട് അവർ ഈ കാര്യത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് നമുക്ക് എന്തും ഭക്ഷിക്കാം, അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണോ അല്ലേ എന്നുള്ളതൊന്നും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വചനം തന്നെ കോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം സുവിശേഷത്തിൽ ഇത് ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വിശന്നപ്പോൾ ഉണ്ടായ ആ ഒരു സമയത്ത് കർത്താവ് കൊടുത്ത ടീച്ചിങ്ങാണ്. ഇതിനെ വിഗ്രഹാർപ്പിത ഭക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തി ചിലർ സംസാരിക്കുമ്പോൾ അതിനെ എനിക്ക് ഖണ്ഡിക്കാനുള്ളൊരു വാക്ക് ഇതാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണെന്ന് എനിക്കറിയാം. എന്നിട്ട് എൻ്റെ മുമ്പിൽ ഒരുപാട് മധുരപലഹാരങ്ങൾ ഒരാൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണ് വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മധുരപലഹാരങ്ങളെല്ലാം നിയന്ത്രണമില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഇവിടെ വിവേകമാണ് പ്രധാനപ്പെട്ടത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞാനൊരു പേഷ്യൻ്റാണ്, അപ്പുറത്ത് മറ്റൊരു പേഷ്യൻ്റ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും കൊടുത്തിരിക്കുന്ന മരുന്നുകൾ വ്യത്യസ്തമാണ്. ഞാൻ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ മരുന്നുകളെടുത്ത് എനിക്ക് തോന്നിയ പോലെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ ഓരോ സാഹചര്യത്തിനും വചനം അടർത്തി മാറ്റി അതിനെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് വിഗ്രഹാർപ്പിത ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല. അത് നമുക്ക് പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. രണ്ടാമത് ഇവർ കോട്ട് ചെയ്യുന്നത് ഈ ജോജി സൂചിപ്പിച്ചതുപോലെ തന്നെ ജെറുസലം കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും അത് അപ്പോൾ ഉണ്ടായൊരു താൽക്കാലിക ധാരണയുടെ പുറത്താണ്. അന്ന് വിജാതീയരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഇങ്ങനെ പാലിക്കുക. അതായത് തൽക്കാലം അവിടുത്തെ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടെ എടുത്ത തീരുമാനം അവർ വ്യാഖ്യാനിക്കും. മൂന്നാമത് അവർ പറയുന്നതാണ് കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ വചനങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പൗലോസ്ലീഹനെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നതാണ്. കാരണം എൻ്റെ ബാപ്റ്റിസം നെയിമടക്കം എൻ്റെ പേരടക്കം പൗലോസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശുദ്ധ പൗലോസ്ലീഹയുടെ വചനങ്ങൾ കൂടുതൽ താല്പര്യത്തോടു കൂടി വായിക്കാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കാറുള്ളത്. ഞാൻ ആ വചനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നവർ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന ചില വചനങ്ങളും കൂടിയുണ്ട്. അത് ഒന്ന് ഈ പൗലോസ്ലീഹയുടെ വചനത്തിലാണ്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് യേശുവിൻ്റെ തന്നെ അരുമ ശിഷ്യനായ യോഹന്നാൻ സ്ലീഹ വെളിപാട് പുസ്തകത്തിൽ, യോഹന്നാൻ ലഭിച്ച വെളിപാടിൽ കൃത്യമായിട്ട് അവിടെ കർത്താവ് 2 സഭകളോട് നേരിട്ട് പൗലോസ്ലീഹ അല്ല, യോഹന്നാൻ സ്ലീഹയല്ല, കർത്താവിൽ നിന്ന് നേരിട്ട് കിട്ടിയ വെളിപാടിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് പെർഗാമോസിലെ സഭയോട് പറയുന്നതാണ്. അവിടെ ബാലാമിൻ്റെ ഉപദേശങ്ങൾ പിന്തുടരുന്നവരെ കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്കുകളാണ്. 2
തിയത്തിറയിലെ സഭയിലെ അവിടെ ഒരു വ്യാജ പ്രവാചിക, അത് പഴയ നിയമത്തിലെ ജെസബലായിരിക്കാൻ സാധ്യതയില്ല, അത് രാജ്ഞിയായിരുന്നു. ഇതൊരു വ്യാജ പ്രവാചിയെക്കുറിച്ചാണ് പറയുന്നത്. അവൾ ഒരു പ്രവാചികയാണെന്ന് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അവകാശപ്പെടുകയാണ്. അപ്പോൾ ഈ രണ്ടുപേരും കൊടുക്കുന്ന ഉപദേശം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണിക്കുന്നത് വെളിപാടിൽ പറയുന്നത്, ഒന്ന്, ഇവർ വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ കഴിക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചു. രണ്ട്, വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ചു. രണ്ടിടത്തും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അല്ല അരുൺ, ഇവിടെ ചില അവർ ഭക്ഷിക്കുന്ന കാരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ എന്തു ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇത്രമാത്രം പ്രാധാന്യം യേശു കൊടുക്കാൻ കാരണമുണ്ട്. കാരണം നമുക്കറിയാം പരിശുദ്ധ കുർബാന അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ കൃപ അല്ലെങ്കിൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു അത് നമ്മൾ മെല്ലെ മെല്ലെ ആയിത്തീരുന്നു. യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ കൃപാവരവും ആ പരിശുദ്ധിയും ആ ചൈതന്യവും ആ വരപ്രസാദവും ആ ശക്തിയും എല്ലാം നമുക്ക് കിട്ടുകയാണ് ശരിക്കുന്നത് എന്നതുപോലെ നമ്മളെ യേശുവിൻ്റെ കൃപയിൽ നിന്നും ആ ശക്തിയിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ആ കൃപയും ചൈതന്യവും നമ്മളിലേക്ക് കടന്നു വരുന്ന തടസ്സമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള അന്യദൈവങ്ങൾക്ക് അർപ്പിച്ച വിഗ്രഹാർത്ഥ ഭക്ഷണം നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ചുതി ഉണ്ടാവും. ആത്മീയമായി നമ്മളിൽ ഉറപ്പായിട്ടും തളർച്ചയുണ്ട്, അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് എന്താണ് നമ്മൾ ഭക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസമതമായ കാര്യങ്ങളിൽ നമ്മൾ വളരെയേറെ ജാഗ്രത കാണിക്കണമെന്ന് വെളിപാടിൻ്റെ പുസ്തകം ഇപ്രകാരം പറയാൻ കാരണം. ചിലപ്പോഴൊക്കെ ചിലർ അതിനെയും വീണ്ടും ഖണ്ഡിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ചല്ല പറയുന്നത്, വിഗ്രഹ ആരാധനയിലേക്ക് ദൈവജനം നയിക്കപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് വിഗ്രഹാർപ്പിത ഭക്ഷണമല്ല പ്രശ്നം, അവിടെ നടന്ന വ്യഭിചാരമാണ് പ്രശ്നം, അല്ലെങ്കിൽ വ്യഭിചാരത്തിലൂടെ ഇവർ വിഗ്രഹാരാധനയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കർത്താവ് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് രണ്ടിടത്തും പറയില്ല. അവിടെ വ്യഭിചാരത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ വിഗ്രഹാർപ്പിത ഭക്ഷണം അതൊരു കെണിയാണ്. ആ കെണിയിലൂടെ ദൈവജനം വിഗ്രഹാരാധനയിലേക്ക് കടക്കും. അവർ ഏകദൈവമായ കർത്താവിൽ നിന്ന് അവരകലും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ തിയറ്ററയിലെയും പെർഗാമോസിലെയും സഭയോട് കൃത്യമായ വാക്കുകളിൽ ഈ കാര്യങ്ങൾ കർത്താവ് സംസാരിക്കുന്നത്. അല്ല, നമ്മൾ ഒരു ബഹുസ്വര കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നു. നമ്മൾക്ക് ഒരുപാട് പേരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. നമുക്ക് സ്നേഹം സൂക്ഷിക്കണം, നമുക്ക് സൗഹൃദം സൂക്ഷിക്കണം, അവരുടെ ഫീലിങ്സ് നമ്മൾ കാണണം, അവരെ നമ്മൾ പരിഗണിക്കണം, എല്ലാം വളരെ ശരിയാണ്. പക്ഷേ നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും നമ്മുടെ വിശ്വാസവും ഇത് രണ്ടാണ് ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ സ്നേഹം ഒരു ഭാഗത്ത്, കൺസിഡറേഷനും പരിഗണനയും ഒരു ഭാഗത്ത്, പക്ഷേ നമ്മുടെ വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ സവിശേഷതയും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹോന്നതയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും അതിൻ്റെ ആഴവും അതിൻ്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ഉറപ്പായിട്ട് തിരിച്ചറിയണം. അപ്പോസ്തലപ്രവർത്തനം 4:12 പറയുന്ന പോലെ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു യേശുവിൻ്റെ നാമവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ യേശു ക്രിസ്തുവുമായുള്ള നമ്മുടെ ആ ഒരു ആത്മീയ ബന്ധം, നമ്മുടെ ആ വ്യക്തിപരമായ ബന്ധം, ഈ ബന്ധവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു വിഗ്രഹാർപ്പിത ഭക്ഷണത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഇത്രമാത്രം സൂക്ഷിക്കേണ്ടി വരുന്നത്. കാരണം ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം അത് വരുമ്പോൾ അതിന് യേശുവായിട്ട് യാതൊരു ബന്ധവുമില്ല ശരിക്കും. ഇപ്പോൾ എസെക്കിയേൽ പ്രവചനം 22-26 പറഞ്ഞത് എന്താണ് അശുദ്ധം, എന്താണ് വിശുദ്ധം, എന്താണ് നിർമ്മലം, എന്താണ് മലിനം നമ്മൾ തിരിച്ചറിയണം. യേശുവുമായി ബന്ധപ്പെടാതെ മറ്റേതൊരു ആരാധനയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുത്തി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു അശുദ്ധിയുണ്ട്, അതിൻ്റെതായ പോരായ്മകളുണ്ട്. നമ്മളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇങ്ങനെ നമ്മളെ ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ഒന്നാം പ്രമാണ ലംഘനത്തിന് നമ്മളെ പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ വീഴ്ച കളയുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം എന്ന് പറയുന്നത്. കാരണം ഏത് ഒരു മൂർത്തിയുമായി ബന്ധപ്പെടുത്തിയാണോ ഈ ഭക്ഷണം നമുക്ക് നൽകപ്പെടുന്നത്, ആ മൂർത്തിയുമായി ബന്ധപ്പെടുത്തി നമുക്കൊരു റിലേഷൻ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം ആ മൂർത്തിക്ക് ഒരിക്കലും നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു ശക്തിയോ ചൈതന്യമോ അല്ലെങ്കിൽ വരപ്രസാദമോ നന്മയോ ഒന്നും പ്രദാനം ചെയ്യാൻ സാധിക്കില്ല. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ബഹുസ്വര കമ്മ്യൂണിറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സാധിക്കും, ഉറപ്പായിട്ട് സാധിക്കും. അതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ പറയാന്ന് വെച്ചാൽ ഈ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേലിന് രാജകൊട്ടാരത്തിലൊരു വലിയ സ്ഥാനം ലഭിക്കുകയാണ്. രാജാവിൻ്റെ പ്രിയങ്കരനാണ്. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അവിടെ ആ രാജകൊട്ടാരത്തിൽ അപ്പോയിൻ്റ് ചെയ്ത ജോലിയുമായി ബന്ധപ്പെടുത്തി രാജകൊട്ടാരത്തിൽ അവർക്ക് അല്ലെങ്കിൽ ആ വിജാതീയരായിട്ടുള്ള ആ വ്യക്തികൾക്ക് വിളമ്പുന്ന ഭക്ഷണം കഴിക്കേണ്ടത് ഒരു നിർബന്ധമായിരുന്നു. അവിടുത്തെ ആ ഒരു രാജാവിന് കൊടുക്കുന്ന, മനസ്സിലാക്കണം, സാധാ വീഞ്ഞല്ല, രാജാവിന് കൊടുക്കുന്ന മുന്തിയ തരം ഭക്ഷണം. പക്ഷേ യഹൂദ വിശ്വാസിയായ അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ദാനിയേലിനും കൂട്ടുകാർക്കും തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ഈ ഭക്ഷണം ചേർന്ന് പോവുകയില്ല. ഈ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ മലിനനാകും. വളരെ വ്യക്തമായിട്ട് അവിടെ വചനം പറയാണ്, രാജാവിൻ്റെ ആ കൊട്ടാരത്തിൽ വിളമ്പുന്ന വീഞ്ഞ് കൊണ്ടോ ഭക്ഷണം കൊണ്ടോ മലിനനാകുകയില്ലെന്ന്. കേട്ടോ,
അപ്പോൾ ഒരു ഭക്ഷണത്തിന് ഉറപ്പായിട്ട് ഒരു വ്യക്തി മലിനാക്കാൻ സാധിക്കുമോ? സാധിക്കും. വചനം വളരെ വ്യക്തമായിട്ട് പറയാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ ജ്ഞാനിയായ, അല്ലെങ്കിൽ ജാനിയൽ തീരെ പൊട്ടനായ മനുഷ്യനൊന്നുമല്ല, നല്ല ജ്ഞാനിയാണെന്ന് പറയുന്നത്. ജ്ഞാനിയായ ദാനിയേലിന് മനസ്സിലായി, ഈ ഭക്ഷണം കഴിച്ചാൽ ഇത് എന്നെ മലിനാക്കും, എന്നെ അശുദ്ധനാക്കും, എന്നിൽ നിന്ന് എൻ്റെ ദൈവശക്തി വിട്ടുപോകും, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇത് പ്രീതികരമല്ല എന്ന് മനസ്സിലാക്കി ദാനിയേൽ വളരെ ധൈര്യപൂർവ്വം തൻ്റെ ആ ഒരു വിശ്വാസ സംബന്ധമായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുകയാണ്. അവിടെ ദാനിയേൽ പറയുകയാണ്, എനിക്കിത് വേണ്ട, ഈ ഭക്ഷണം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ വിശ്വാസം അനുവദിക്കുന്ന ഭക്ഷണം തന്നാലും ആ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് യാതൊരു കുറവുണ്ടാകുകയില്ല, എൻ്റെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവും, എനിക്ക് മറ്റുള്ള ആരേക്കാളും ഞാൻ വളരെ മിടുക്കനായി മാറും. ആ പ്രകാരം വിശ്വസ്ത ദാനിയേലിൻ്റെയും കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവ് എന്തു പറയുന്നു അതനുസരിച്ച് ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെടുന്ന സകല മേഖലയിൽ നമ്മൾ മാറി നിൽക്കണമെന്നാണ്. ജോജി, ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ മനോഭാവം, അത് ഇവർ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമുക്ക് ആ ഭക്ഷണത്തോടുള്ള മനോഭാവം, രണ്ട് നമുക്ക് ആ ഭക്ഷണം തരുന്നവരോടുള്ള മനോഭാവം, എനിക്ക് മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് കർത്താവിനോടുള്ള മനോഭാവം. കർത്താവ് എന്ത് വിചാരിക്കും, കർത്താവിന് ഇത് ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ എന്ത് തോന്നും, ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന് ഈ ഭക്ഷണത്തെക്കുറിച്ചും, രണ്ട് തരുന്ന വ്യക്തിയെക്കുറിച്ചും, മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവ് ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. ഇത് പറയാനുള്ള ഒരു കാരണം ജോജി നേരത്തെ സൂചിപ്പിച്ചതാണ്. ആദം ഹവ അവരെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കുന്ന ഒരു പഴമാണ്. ആ പഴം എങ്ങനെയാണ് ഹവ സ്വീകരിച്ചത് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഹവയുടെ കണ്ണിന് അത് ഇമ്പകരവും അത് രുചികരവുമായി തോന്നിയതുകൊണ്ട് ഹവ ഇത് ഭക്ഷിച്ചു. പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പലപ്പോഴും രണ്ടാമത് നമുക്ക് തരുന്ന ആളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ചിന്തിക്കാറുള്ളത്, തരുന്ന ആളെക്കുറിച്ചല്ല, ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കൂടി നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ജോജി പറഞ്ഞ ഏസാവിൻ്റെ അനുഭവം. ഏസാവിനും ആ പായസത്തോട് അതിയായൊരു കൊതി വന്നു. ആ കൊതി വന്നപ്പോൾ ഏസാവ് അത് ഭക്ഷിച്ചതിന് പല പല കാരണങ്ങൾ കണ്ടെത്തി. ഇത് തന്നെയാണ് നമ്മളും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പലർക്കും പലപ്പോഴും ഇത്തരം ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു പ്രേരകമാകുന്ന സംഗതി. ഇവിടെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലായിരുന്നു, അല്ലെ തന്നെ ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ മനോഭാവമല്ലേ, നമ്മുടെ മനസ്സല്ലേ, നമ്മുടെ ഹൃദയം നന്നായ പോലെ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും കരുണയും ആർദ്രതയും ഏറ്റവും വലുത്. എല്ലാം ശരിയാണ്, ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിൽ സ്നേഹവും കരുണയും ആർദ്രതയും അലിവും അതുപോലെ എല്ലാവരോടുമുള്ള പരിഗണനയും സഹാനുഭൂതിയും എല്ലാം വേണം, ഉറപ്പായിട്ടും വേണം. പക്ഷേ അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം, കുറച്ച് വിഷം നമ്മുടെ മുമ്പിൽ ഒരു വെള്ളത്തിൽ ഒഴിച്ചു കൊണ്ട് വെച്ചു. നമുക്ക് അറിഞ്ഞോ ഇല്ലയോ, അറിയാതെ ആണെങ്കിലും അറിഞ്ഞാണെങ്കിലും നമ്മൾ അതെടുത്ത് കുടിച്ചാൽ എന്താ ഫലം? നമ്മൾ മരിക്കും എന്നത് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നമ്മുടെ ആത്മീയമായ ഉന്നതിയെ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ, നമ്മുടെ ആത്മീയ വളർച്ചയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലേക്ക് പല പല തകർച്ചകളും കൊണ്ടുവരും. പല കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് വന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇത് വളരെ സ്പഷ്ടമാണ്. അവർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് ആദ്യമായിട്ട് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത കിട്ടുകയും ഈ മേഖലയിൽ അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രത്യേകമായിട്ട് അവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു എന്നൊക്കെ അത് വളരെ വ്യക്തമായ സംഭവമാണ് ശരിക്കും. അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിവുണ്ടാകണം. അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ജാഗ്രതയും ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടമായ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മൾ ജാഗ്രത കാണിക്കണം. മർക്കോസിനെ സുവിശേഷം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്ത കാരണം തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വചനം അറിയണം, കർത്താവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. വളരെ ജാഗ്രതയോടെ വേണം നമ്മുടെ ജീവിതം. ജോജി, ഇവിടെ ഈ വിഷയത്തിൽ അറിവുള്ള ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മറ്റുള്ളവരോട് ഇത് കൊണ്ടുവന്ന് തരുന്നവരോട് നോ പറയാനുള്ളൊരു മടിയുണ്ട്. അപ്പോൾ അവരത് സ്വീകരിച്ചതിന് ശേഷം തന്ന വ്യക്തി കാണാത്ത രീതിയിൽ അത് അവർ കളയുകയും ചെയ്യും. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഈ മക്കബാരുടെ പുസ്തകത്തിൽ എലിയാസർ എന്ന് പറഞ്ഞിട്ടൊരു വൃദ്ധനായൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അന്ന് യഹൂദരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പീഡനയന്ത്രങ്ങളിലേക്ക് കയറ്റുന്നതിനേക്കാൾ മുമ്പ് അന്ന് അവർക്ക് പന്നിമാംസം നിഷിദ്ധമായിരുന്നു. ആ സമയത്ത് ഈ പീഡനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്നവരെ എലിയാസറിന് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് എലിയാസറിനെ അറിയായിരുന്നു. പിന്നെ ഇത്രയും വൃദ്ധനായൊരു മനുഷ്യൻ, ഈ മനുഷ്യനെ അവർക്ക് കൊല്ലാനായിട്ടുള്ള മനസ്സ് വരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ എലിയാസറോട് പറഞ്ഞു, ഇത് പന്നിമാംസമല്ല, ഞങ്ങൾ മറ്റൊരു മൃഗത്തിൻ്റെ, നിനക്ക് കഴിക്കാവുന്ന ഒരു മൃഗത്തിൻ്റെ മാംസം ആണ് ഞങ്ങൾ തരുന്നത്. നീ അത് പന്നിമാംസം കഴിക്കുന്നത് പോലെ കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളാം, രാജാവിനെ അറിയിക്കാതെ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഏലിയാസർ എടുത്തൊരു നിലപാടുണ്ട്. പീഡനയന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഏലിയാസർ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. കൃത്യമായിട്ടുള്ള വാക്കാണ്.
ഏലിയാസർ മതം മാറിയെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അതായത് ഏലിയാസർ യഹോവയെ തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരു ദേവനെ സ്വീകരിച്ചുവെന്ന് യുവാക്കൾ തെറ്റിദ്ധരിക്കും. ഈ പ്രായത്തിൽ ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതായത് നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മറ്റൊരു അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ ഒരു 20 വർഷം മുമ്പാണ്, എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്, ഒരു ഹിന്ദു സഹോദരനാണ്. അദ്ദേഹമായിട്ട് ഞങ്ങൾ പലപ്പോഴും സ്നേഹ സംവാദങ്ങൾ, അദ്ദേഹം ഒരു അടിയുറച്ചൊരു ഹിന്ദു വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ മതപരമായ വിഷയങ്ങളിലും ചില സംവാദങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്, സംസാരിക്കാറുണ്ട്. കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. അപ്പോൾ ഇതൊരു 20 വർഷം മുമ്പാണ് സംഭവിക്കുന്നത്, ഇന്നത്തെ സാഹചര്യങ്ങളല്ല. അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇതുപോലൊരു ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന ആളല്ല വിതരണം ചെയ്യുന്നത്, മറ്റൊരു വിശ്വാസി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവനല്ല വിതരണം ചെയ്യുന്നത്, മറ്റൊരു മതവിശ്വാസിയാണത് വിതരണം ചെയ്തത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാനത്, എനിക്ക് സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ വിശ്വാസത്തെ പ്രതി എനിക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്, മറ്റൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവൻ എന്നെ ചെറിയൊരു പരിഹാസത്തോടു കൂടി നോക്കി മറ്റുള്ളവർക്ക് അത് കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഈ സുഹൃത്ത്, ഈ ഹിന്ദു വിശ്വാസിയെ, ഇവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, അതെ, ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാനത് ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല, വേറെ വിരോധം കൊണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊന്നുമില്ല. അപ്പോൾ അവൻ അടുത്ത വാക്ക് പറഞ്ഞു, അവർ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അതെന്താ അങ്ങനെ പറയണേ, അത് അവരുടെ വിശ്വാസപ്രകാരം അവരത് ചെയ്തു, അതുകൊണ്ടല്ലേ നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളത് വിതരണം ചെയ്തു. പക്ഷെ അവൻ പറഞ്ഞു എന്നോട്, ഇത് ഭക്തർക്കുള്ളതാണ്, ഇത് ഭക്തർക്കുള്ള പ്രസാദമാണ്, ഇത് അല്ലാത്തവർക്കുള്ളതല്ല. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ആ ഭക്ഷണത്തോട് അവഹേളനം കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങളത് വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുക, അതല്ലെങ്കിൽ നിങ്ങളത് സ്നേഹപൂർവ്വം നിരസിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഈ കൊണ്ടുകൊടുക്കുന്ന വ്യക്തി ഭക്തർക്കേ കൊണ്ടു കൊടുക്കാവൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് തന്നെയാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവനും ചിന്തിക്കേണ്ടത്. അവർക്കല്ല വിഷമം, പലപ്പോഴും നമുക്കാണ് വിഷമം. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നോക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദു സഹോദരങ്ങൾക്ക്, അവർക്കത് നമ്മൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. പലപ്പോഴും നമുക്കത് കിട്ടാനുള്ള ഒരു കൊതിയും നമുക്ക് ആ ഭക്ഷണത്തോടുള്ള ഒരു ആർത്തിയും കൊണ്ട് കൂടിയാണ് നമ്മളത് പലപ്പോഴും ചെയ്ത് കണ്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ചിന്ത അത് മുഴുവൻ അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പലപ്പോഴും അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്ന കാര്യം. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് നമ്മുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്, അതിൻ്റെ തനിമ നമ്മൾ നിലനിർത്തുകയാണ് വേണ്ടത്. മറ്റുള്ള അനുരൂപണങ്ങൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൗലോസ്ലീഹയുടെ ലേഖനത്തിലേക്ക് വരാമെന്ന് പറഞ്ഞു. കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായവും 10-ാം അധ്യായത്തിലുമാണല്ലോ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രബോധനങ്ങളുള്ളത്. അപ്പോൾ അതിൽ ഈ 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും പറയുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ സഭയിൽ പലപ്പോഴും ചിലർക്കെങ്കിലും അത് തെറ്റുപറ്റുന്നുണ്ടെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യം തന്നെ ഇവർ പറയുന്ന ഒരു വാക്കുണ്ട്, വിഗ്രഹങ്ങൾ എന്ന ഒന്ന് ഇല്ല. പക്ഷെ അത് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, വിഗ്രഹം ഒന്നുമല്ല, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്, വിഗ്രഹം ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് എന്തും ഭക്ഷിക്കാം, എന്തും കഴിക്കാം. പക്ഷേ ഈ 8-ലും 10-ലും പോയി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു കാര്യം നമുക്ക് കാണാം. വിജാതിയർ ബലിയർപ്പിക്കുന്നത് ആർക്കാണെന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. അതായത് ഒരു വിഗ്രഹത്തെ നിർമ്മിച്ച്, അത് മണ്ണുകൊണ്ടോ ലോഹം കൊണ്ടോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ഒരു വിജാതിയൻ അതല്ലെങ്കിൽ ക്രൈസ്തവനല്ലാത്തൊരു വ്യക്തി ബലിയർപ്പിക്കുമ്പോൾ അത് ബലിയർപ്പിക്കുന്നത് ഏത് ശക്തിക്കാണെന്നുള്ളത്, അത് മറ്റൊരു ശക്തിക്കാണ്, കർത്താവിനല്ല മറ്റൊരു ശക്തിക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പൗലോസ്ലീഹ വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ആരും തയ്യാറാവാറില്ല. പകരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാമെന്ന് പറയും. പക്ഷേ പൗലോസ്ലീഹ ആ ലേഖനത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും, പൗലോസ്ലീഹ പറയും, നീ ആ ഭക്ഷണം കഴിക്കരുത്, ഞാൻ ആ മാംസം കഴിക്കില്ല, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇത് മുഴുവൻ അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിന് മുൻപിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് നമ്മൾ അതിൻ്റെ സാഹചര്യം നോക്കണം. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സാഹചര്യം നോക്കണം. അന്ന് വിഗ്രഹാർപ്പിത ഭക്ഷണം എന്ന് പറയുന്നത്, അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം വിജാതി വിശ്വാസത്തിൽ നിന്ന് വന്ന ഒരുപാട് പേര് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് അവരുടെ നാട്ടിലെ വിഗ്രഹാലയങ്ങളിൽ അർപ്പിക്കപ്പെട്ട ഭക്ഷണത്തിൽ അവർക്ക് ഉപയോഗിച്ച് ബാക്കി വരുന്ന മാംസം, ആ മാംസം അവർ ചന്തയിൽ വിറ്റിരുന്നു. ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പ്രസാദമായിട്ട് തരികയല്ല, ചന്തയിൽ വിറ്റിരുന്നു. ഈ വിറ്റ മാംസവും അതല്ലാത്ത സാധാരണ മാംസവും എല്ലാം ഒരുമിച്ച് അവിടെ വിൽക്കപ്പെടും. അപ്പോൾ ഇതിൽ ഏത് മാംസം വിഗ്രഹാർപ്പിതമാണോ അതോ അല്ലേ എന്നുള്ളത് കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുകയാണ്, ചന്തയിൽ ലഭിക്കുന്ന, മാർക്കറ്റിൽ ലഭിക്കുന്ന മാംസം ഏതാണെങ്കിലും നീ അത് ഒരു മനഃശാഞ്ചല്യം കൂടാതെ നീ അത് വാങ്ങി ഭക്ഷിച്ചുകൊള്ളുക. നീ അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചാണോ എന്ന് നീ അന്വേഷിക്കേണ്ട. എന്നാൽ
ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഒരു വ്യക്തി നിന്നോട് പറയുകയാണ് ഇത് വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ള വാക്കുകളിൽ മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നീ കഴിക്കരുത്. വെളിപാട് പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കരുത്. പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം പഠനങ്ങൾ നൽകുന്നവർക്ക് കർത്താവ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത്. ആ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നവരെയും കർത്താവ് വലിയ രീതിയിൽ വിലക്കുന്നുണ്ട്. അരുൺ, ഇതുപോലെ തന്നെ ഒരു കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം എല്ലായിടങ്ങളും, പ്രത്യേകിച്ച് ഹൈവേ സൈഡിലൊക്കെ ഭക്ഷണശാലകളുടെ മുമ്പിൽ നമുക്കൊരു പച്ച ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഹലാൽ ബോർഡ്. നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് അത്രയൊരു അറിവില്ലായിരുന്നു. നമ്മൾ എല്ലാവരും കയറി ഭക്ഷിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയ വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, പിന്നെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കുറേ കൂടെ ആഴത്തിൽ സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാനുള്ള വ്യത്യസ്തങ്ങളായ ശക്തികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഇത് നമുക്ക് നിഷിദ്ധമാണ് മനസ്സിലായി. ഇത് നമുക്കൊരു വിഗ്രഹാർപ്പിത ഭക്ഷണമാണ്. കാരണം ഹലാൽ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ അവരുടെ ആരാധനാ മൂർത്തിയുടെ നാമത്തിൽ, അല്ലെങ്കിൽ ആ ആരാധനാമൂർത്തിക്ക് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, ടോട്ടലി സമർപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഇനി അവിടെ ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ ആരാധനാമൂർത്തിക്ക് ആ മൃഗത്തെ പൂർണ്ണമായും സമർപ്പിച്ച് ശുദ്ധീകരിച്ച് അങ്ങനെയാണ് കൊല്ലുന്നത് ശരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ യേശുനാമമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ അവർ ഏതൊരു ആരാധനാമൂർത്തിയാണോ ആരാധിക്കുന്നത് ആ മൂർത്തിയുമായിട്ടും അതിന് ബന്ധം വരികയാണ്. അപ്പോൾ അത് ശരിക്ക് ഒരു ക്രൈസ്തവ വിശ്വാസത്തിക്ക് അത് നിഷിദ്ധമാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതുപോലെയായിരുന്നു ഈ അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പിടി വല്ലാതെ കേരളത്തിൽ മുറുകിയത് കാരണം അവർ ആ ഒരു തന്ത്രം അവരുടെ ബിസിനസ്സിലും കൂടി അപ്ലൈ ചെയ്തു. ഈ ഹലാൽ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ആത്മീയ സൈഡ്, സ്പിരിച്വൽ സൈഡിൽ നിന്ന് മാത്രമല്ല, മറിച്ച് അതൊരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് സൈഡ്, ഇതെല്ലാം കൂടെ നോക്കണം നമ്മൾ. ഇത് മറ്റു രീതിയിലുള്ള ഒരു അധിനിവേശത്തിനുള്ള ബിസിനസ് മേഖലയിൽ ഒരു വലിയ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു തന്ത്രമായി കൂടി അവർ ഉപയോഗിച്ചു. കാരണം ഹലാൽ എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡുള്ള ഭക്ഷണശാലയിലേക്ക് എല്ലാ മുസ്ലിങ്ങളും ഉറപ്പായിട്ടും മസ്റ്റായിട്ടും കയറണം. അതുപോലെ തന്നെ വിശന്ന് വരുന്ന എല്ലാ മതക്കാരും കയറും. അവർക്ക് ഇതൊരു വിഷയമല്ല. കാരണം വെച്ചാൽ അവർ അത്രമാത്രം ഇതിനെക്കുറിച്ചൊന്നും ആദ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ ഹലാൽ ബോർഡുള്ള ഒരു ഭക്ഷണശാലയുള്ളപ്പോൾ ഹലാൽ ബോർഡില്ലാത്ത മറ്റൊരു ഭക്ഷണശാലയിലേക്ക് ഒരിക്കലും മുസ്ലിങ്ങൾ പോവുകയുമില്ല. അങ്ങനെ ബിസിനസ് കാര്യമായ രീതിയിൽ എന്താ പറയുക കൊഴുപ്പിക്കാൻ, അല്ലെങ്കിൽ ബിസിനസ്സിന് വലിയ കാര്യമായ ഒരു പുരോഗതി കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ സാമ്പത്തികമായിട്ടും ആ മേഖലയിലെല്ലാം വളരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലും കൂടെ നമ്മൾ വളരെ ഒരു ജാഗ്രത പുലർത്തണം. കാരണം നമ്മുടെ വിശ്വാസവുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല ഈ ഹലാൽ ഭക്ഷണം എന്ന് പറയുന്നത്. ജോജി, ഇവിടെ എനിക്ക് പറയാനുള്ളത് ആദ്യം ഒരു വചനമാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ വചനം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റൊരു നാമം, അത് കർത്താവിൻ്റെ നാമത്തിന്, ആ നാമത്തിൻ്റെ പരമമായ ശക്തിയെയാണത് സൂചിപ്പിക്കുന്നത്. ഈ നാമത്തിലാണ് നമുക്ക് രക്ഷ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറെയും പല നാമങ്ങളുണ്ട്. കർത്താവിൻ്റെ നാമമല്ലാതെ വേറെയും പല നാമങ്ങളുണ്ട്, വേറെയും പല ശക്തികളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ജിന്നിൻ്റെ സേവ, അറബി മന്ത്രം, സാത്താൻ സേവ, ഇങ്ങനെ പല പല സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഏതൊക്കെ ഒരു ശക്തിയെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പ്രവൃത്തികൾ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷെ പരമമായ ശക്തി കർത്താവിൻ്റെതാണ്. അപ്പോൾ ഈ ശക്തികൾ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയൊക്കെ ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുക, അതിനെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ കൃത്യമായൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ പത്രോസ്ലീഹ ഈ സുന്ദര കവാടത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെയുള്ള മുടന്തനെ നോക്കി പറയുന്നുണ്ട്, നസറായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഒരു നാമമാണ് ഉപയോഗിച്ചത്, അത് ഏക ദൈവത്തിൻ്റെ നാമമാണ്. ഈ നാമം ഉപയോഗിച്ച് പത്രോസ്ലീഹ ആ വാക്കുച്ചരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ മുടന്തൻ കുതിച്ചു ചാടി എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ നാമങ്ങൾക്ക് ശക്തികളൊക്കെ ഉണ്ട്, അതിൻ്റെ വലിപ്പക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം. പല നാമങ്ങൾക്കും ശക്തികളുണ്ട്. അത് ആരെ പ്രതിനിധാനം ചെയ്യുന്നു ആ ശക്തി അതിൽ വരും. ആ നാമം ഉപയോഗിച്ച്, കർത്താവിൻ്റെ നാമം ഉപയോഗിച്ച് നമ്മളൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് അടയാളങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും, നമുക്ക് രോഗികളെ സുഖപ്പെടുത്താൻ പറ്റും, നമുക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റു ചില നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അപ്പോൾ ഇവിടെയാണ് ഹലാൽ ഭക്ഷണത്തിൻ്റെ നമ്മൾ പ്രാധാന്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹലാൽ ഭക്ഷണത്തിൽ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ചത് ഈ പ്രസാദങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ, അതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പൊതുസ്ഥലം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ എവിടെ പോയോ അവിടെയെല്ലാം ഇതുണ്ട്. അപ്പോൾ അവരെന്ത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നത്? അവർ ചൊല്ലുന്നത് അവരുടെ ദൈവത്തിൻ്റെ നാമത്തിൽ, അതായത് ബിസ്മില്ല ചൊല്ലുകയാണ്. ആ ദൈവം മാത്രമാണ് ഏകദൈവം എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ
അവർ നിഷേധിക്കുന്നത് വേറെ ഏത് ദൈവങ്ങളെയാണ്? അവർ നിഷേധിക്കുന്നത് ആ വിശ്വാസത്തിലല്ലാത്ത മറ്റെല്ലാ വിശ്വാസങ്ങളെയും അവർ അവിടെ വെച്ച് നിഷേധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കൃത്യമായിട്ട് നിഷേധിക്കുന്നു. ഒരു മാംസം അറക്കുമ്പോൾ പോലും കർത്താവിൻ്റെ ദൈവത്വത്തെ കൃത്യമായിട്ട് അതുമേൽ നിഷേധിക്കപ്പെടുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അതായത് പരിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, യേശു ദൈവപുത്രനാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയാൻ സാധിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇതാ പോകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം ആ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് അപ്പോൾ തന്നെ നീക്കം ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, പുത്രനെ നിഷേധിക്കുന്നവൻ ആരാണെന്ന്. അത് നമുക്കറിയാം, വചനം പരിശോധിച്ചാൽ മതി. അതുപോലെ തന്നെ പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവർ ആരാന്ന് വചനത്തിൽ പറയുന്നുണ്ട്. പുത്രനെ നിഷേധിക്കുന്നവൻ പിതാവിനെയും നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനങ്ങളെല്ലാം ഒന്നിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടുമോ? ഒരിക്കലും ഒരു മുസ്ലിം നമ്മളെ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഈ ഹലാൽ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. പലപ്പോഴും പല സംവാദങ്ങളിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കാറുണ്ട്, ആര് പറഞ്ഞു ഹലാൽ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ? കറക്റ്റാണ്, അവർ ബിസിനസ് പരമായിട്ട് തീവ്ര ചില കൂട്ടങ്ങൾ ഇത്തരമൊരു ഹലാൽ വൽക്കരണം നടത്തി. പക്ഷെ ഒരു മുസ്ലിം പറയും, നിങ്ങൾ എന്തിന് ഹലാൽ ഭക്ഷണം കഴിക്കണു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ. അത്തരം ഒരു സാഹചര്യം നമുക്ക് നിലനിൽക്കെ, ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല ഹലാൽ ഭക്ഷണം കഴിക്കണമെന്ന്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഈ ഹലാൽ ഭക്ഷണം നമ്മൾ ഒഴിവാക്കണം. നമ്മൾ പറയണം, അവർ പറയുന്നു അവർക്കത് അനുവദനീയം. എന്തുകൊണ്ട് അനുവദനീയം എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നു. ഇതേപോലെ തന്നെ നമ്മൾ പറയണം, ഇത് ഞങ്ങൾക്ക് അനുവദനീയമല്ല, ഇത് ബഹിഷ്കരിക്കേണ്ട കാര്യങ്ങളൊന്നല്ല, ഇത് നമുക്ക് അനുവദനീയമല്ല, ഇത് കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവ് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിർബന്ധത്തിന്റെ സ്വരം നമ്മൾ കേൾക്കാതെ എനിക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് എന്തും കഴിക്കും, അത് ഹലാൽ ബോർഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും എനിക്ക് അതിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ മനഃപൂർവ്വം വേദനിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയാണ്. കൊറിയന്ത്യൻ ലേഖനത്തിൽ പോലീസിൽ വളരെ വ്യക്തമായി പറയുകയാണ്, ആരെങ്കിലും പറയുകയാണ് ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചാണെന്ന് പറയുകയാണെങ്കിൽ നീ ഇത് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഹലാൽ ബോർഡ് നമ്മളോട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ഇത് വേറൊരു ആരാധനാ മൂർത്തിക്ക് സമർപ്പിച്ചതാണ്, ഇത് മറ്റൊരു ആരാധനാ മൂർത്തിയുടെ നാമത്തിൽ അറുത്ത ഭക്ഷണമാണ്. അപ്പോൾ അത് നമുക്ക് നിഷിദ്ധമാണ്, നമുക്കൊരിക്കലും അത് കഴിക്കാൻ പാടില്ല. ഇനി നമ്മളിവിടെ പറഞ്ഞു ഈ വാക്കുകളുടെ പ്രാധാന്യം എന്താണെന്ന്. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മറ്റൊരു ആരാധനാമൂർത്തിയുടെ ആ ഒരു നാമത്തിൽ വാക്കുകൾ പറയുമ്പോൾ, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട് ശരിക്കും. അത് ഞാൻ പറയാൻ കാരണം, ഒരു കത്തോലിക്ക പുരോഹിതൻ ഗോതമ്പപ്പം എടുത്ത് അതിൽ കൂദാശ വചനങ്ങൾ വാക്കുകൾ പറയുമ്പോൾ അത് യേശുവിൻ്റെ, നമ്മുടെ ആരാധനയുടെ കേന്ദ്രമായ യേശു ക്രിസ്തു ആയി മാറുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തു ശരീരമായി മാറുന്നു. എന്നതുപോലെ തന്നെ ഒരു കത്തോലിക്ക പുരോഹിതൻ വീഞ്ഞെടുത്ത് വാഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിൽ കൗദാശികമായ വചനങ്ങൾ പറയുമ്പോൾ അത് യേശുവിൻ്റെ രക്തമായി മാറുന്നു, യേശുവിൻ്റെ ശരീര രക്തമായി മാറുകയാണ്. ജോജി, ഇത് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. കർത്തൃമേശയും മറ്റു മേശകളും ഉണ്ട്. കർത്തൃമേശയിൽ പങ്കാളിയായവൻ മറ്റു മേശകളിൽ പങ്കാളിയാകാനായിട്ട് പൗലോസ്ലീഹ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല. അത് ചെയ്യരുത്. അത് വളരെ ശരിയാണ്. എന്ന് പറയുന്നതുപോലെ ഇങ്ങനെ കത്തോലിക്ക പുരോഹിതൻ പറയുന്ന വാക്കുകൾ അത് പ്രകാരം പരിശുദ്ധാത്മാവ് ഗോതമ്പപ്പത്തെയും വീഞ്ഞിനെയും യേശുവിൻ്റെ ശരീര രക്തമാക്കി മാറ്റുന്നുവെങ്കിൽ അന്യ ആരാധനാ മൂർത്തികളുടെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യേശു എന്ന ആ ഒരു ദൈവമല്ലാതെ മറ്റേതെങ്കിലും ഒക്കെ ശക്തികളുടെ പേരിൽ, ആരാധനാ മൂർത്തികളുടെ പേരിൽ ആ രീതിയിലുള്ള വചനങ്ങൾ പറയുമ്പോൾ അവിടെയും ആ ഒരു ശക്തി കടന്നു വരും. യേശുവിൻ്റെ ശക്തിയല്ല, മറിച്ച് യേശുവിനെതിരെ നിൽക്കുന്ന ഒരു ശക്തി ഉറപ്പായിട്ടും അവിടെ കടന്നു വരുകയും. നമ്മൾ ഈ പലപ്പോഴും മന്ത്രവാദം അല്ലെങ്കിൽ ഊതിക്കെട്ടിയ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ മറ്റുള്ള ആരാധനാമൂർത്തികൾക്ക് ഒക്കെ വേണ്ടി ആ രീതിയിലുള്ള പ്രാർത്ഥന വചനങ്ങൾ ചൊല്ലുമ്പോൾ ആ ശക്തികൾ ഉറപ്പായിട്ടും അവിടെ കടന്നു വരും. അപ്പം നമുക്കതിനെ ഒരിക്കലും നമുക്കൊരു നിസ്സാരമായിട്ട് നമുക്കൊരിക്കലും അതിനെ കാണാൻ സാധിക്കില്ല. ഇനി പറയുകയാണ്, നമ്മൾ ബഹുസ്വര കമ്മ്യൂണിറ്റിയിലാണ് അപ്പോൾ നമുക്ക് ഇപ്പം കൃത്യമായി പറയാൻ പറ്റുകയില്ല ഏതാണ് മറ്റുള്ള മൂർത്തികളെ സമർപ്പിച്ചത്, ഏതാണ് ഹലാലല്ല ബോർഡില്ലെങ്കിൽ. അങ്ങനെയുള്ള ഉറപ്പായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഉറപ്പായിട്ടും ഭക്ഷണം കഴിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ചുരുക്കത്തിൽ പറയുകയാണ്, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും, നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനയോടുകൂടി, വളരെ ഒരു ദൈവവിചാരത്തോടു കൂടി നമ്മൾ, കാരണം പ്രാർത്ഥനയും വചനവും എല്ലാ വസ്തുക്കളെയും വിശുദ്ധീകരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഭക്ഷിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും വളരെ ഉചിതമായ ഒരു കാര്യമാണ്. വിശുദ്ധ പാട്രിക്കിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് അവർ വിഷം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ അദ്ദേഹത്തിന് വിഷം കൊടുക്കും. പക്ഷേ ആ വിഷം അത് വിഷമാണെന്നറിഞ്ഞ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് വിഷമാണെന്നറിഞ്ഞപ്പോൾ പാട്രിക്ക് ചെയ്തത് കുരിശടയാളത്താൽ
ആ ഭക്ഷണത്തെ അല്ലെങ്കിൽ ആ പാനീയത്തെ വിശദീകരിക്കുന്നതോടുകൂടി അതിലത്തെ വിഷാംശം പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്: ആരെങ്കിലും ഒരാൾ ഈ ഭക്ഷണം വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണ്, അതല്ലെങ്കിൽ ഇന്ന നാമത്തിൽ ഞങ്ങളിത് അറുത്തതാണ് എന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് ലേബലിലൂടെയോ അതല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെയോ അവരത് നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഭക്ഷണങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല. സ്നേഹത്തോടു കൂടി തന്നെ അത് തിരസ്കരിക്കാൻ നമ്മൾ പഠിക്കണം. 2, എല്ലാ ഭക്ഷണത്തെയും നമ്മൾ ആ ഒരു സംശയ കണ്ണുകളിലൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും ഗുണകരമാവില്ല. അവിടെ നമ്മുടെ മനസ്സാക്ഷി പ്രധാനപ്പെട്ടതാണ്. അവിടെ നമുക്ക് അത്തരം ഭക്ഷണങ്ങൾ ഒരു മനഃശാഞ്ചല്യം കൂടാതെ കഴിക്കാം. പക്ഷേ ജോജി സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ച് വിശദീകരിച്ച് ആ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇവിടെ നാട്ടിൽ ജീവിക്കുന്നത്, ഇവിടെ വിവിധ കമ്മ്യൂണിറ്റികൾ, വിവിധ മതവിഭാഗങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ട് നമ്മൾ ഏറ്റവും സൗഹൃദത്തിൽ അവർ നമുക്ക് തരുന്ന ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിച്ച്, അല്ലെങ്കിൽ ഹോട്ടലാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മതം നോക്കിയോ ഒന്നുമല്ല നമ്മളത് ചെയ്യേണ്ടത്. അത് നമ്മൾ കൃതജ്ഞതാപൂർവ്വം തന്നെ, എന്നാൽ പ്രാർത്ഥനയോട് കൂടി തന്നെ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കാം. ഇവിടെ സംസാരിച്ചത് വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ അന്യദൈവങ്ങളുടെ നാമത്തിലർത്ത മാംസത്തെക്കുറിച്ച് മാത്രമാണ്. അതേക്കുറിച്ച് പ്രേക്ഷകർക്ക് യാതൊരുവിധ തെറ്റിദ്ധാരണയും ഉണ്ടാകരുത്. അതെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഏറെ വിവേകത്തോടു കൂടി, ഏറെ ശ്രദ്ധയോടുകൂടി, ഏറെ ജാഗ്രതയോടുകൂടി നമ്മൾ മുൻപോട്ട് പോകണം. അത് ഏത് കാര്യമാണെങ്കിലും, നിസ്സാരം ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഒരിക്കലും അത് ലാഘവമായിട്ട് എടുക്കാൻ പാടില്ല. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.